നമസ്കാരം, ഡോക്ടർ പ്രശാന്ത് പിള്ള. ഞാൻ എൻ്റെ കൂടെ ഇപ്പം ഡോക്ടർ രൂപേഷും ഡോക്ടർ കൗശിക്കും ഉണ്ട്, നമ്മുടെ കൺസൾട്ടൻസ്. മുൻപുള്ള വീഡിയോയിൽ ചെയ്ത ചർച്ച ഇന്നും ഇപ്പോഴും ഈ വീഡിയോയിലും തുടരുകയാണ്. അപ്പം എനിക്ക് ഡോക്ടർ കൗശിക്കിനോടുള്ള ചോദ്യം, ഒരു റൂട്ട് കനാൽ ചെയ്ത പല്ലിന് ശരാശരി എത്ര വർഷത്തെ സർവൈവൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? സാർ, നമുക്ക് ഇപ്പോൾ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് അതിന് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്കൊരു റൂട്ട് കനാൽ ചെയ്ത പല്ല് ട്രീറ്റ് ചെയ്ത് നമ്മളത് സർവൈവൽ. പക്ഷെ നമുക്ക് സയന്റിഫിക് ഡേറ്റയിൽ നോക്കുവാണെങ്കിൽ പൊതുവെ ഒരു റൂട്ട് കനാൽ, അതായത് നമ്മളെല്ലാം പ്രോട്ടോകോൾസ് പാലിച്ച് പല ആസ്പെക്ട്സ് നമ്മൾ ഇതിലുണ്ട്. ഒരു ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ അപ് ടു 10 years എന്നാണ് സയന്റിഫിക് ഡേറ്റ പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പല ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് സിസ്റ്റമിക് ഹെൽത്ത് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇൻടു കൺസിഡറേഷൻ. നമുക്ക് പല ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തും എല്ലാം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് എവറിത്തിങ് ഇസ് സേ ഈക്വലി ഗുഡ്, then probably around 10 years. That is what scientific data says. അതെ, ഇതില് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദിസ് ഇസ് മൈ 30th year ഓഫ് പ്രാക്ടീസ്. ഈ 30 yearsൽ 15 വർഷത്തിന് മേലെ മുമ്പ് ചെയ്തിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റഡ് കേസസ് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് സർവൈവ് ചെയ്യുന്ന കേസസ് ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി പോസിറ്റീവ്. അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ 6 മാസത്തിനുള്ളിൽ ഫെയിൽ ചെയ്തതും കാണുന്നുണ്ട്. അത് ഇപ്പം നേരത്തെ ഡോക്ടർ കൗശിക് പറഞ്ഞു എന്തുകൊണ്ട് ഫെയിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം, ഇത് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് നല്ലൊരു ചോദ്യമാണ് സാർ. ഈ പൊട്ടിപ്പോകുന്നതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ റൂട്ട് കനാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈഡ്രേഷൻ ബേസിക്കലി ഇതിന്റെ ന്യൂട്രീഷൻസും ഈ ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി ഓഫ് ദ പല്ല് നമ്മൾ പോകുന്നതാണ്. സോ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ചെടിയുണ്ട്. ആ ചെടിയിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാത്ത സമയത്ത് അത് എന്ത് പറ്റുന്നത് വെച്ചാൽ ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ കമ്പ് പിടിക്കാൻ എളുപ്പമാണ്. സോ അതേപോലെ നമ്മൾ ഇതിൻ്റെ ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പല്ലിന് ഇറ്റ് സ്റ്റാർട്ട്സ് ബിക്കമിങ് ബ്രിട്ടിൽ. അപ്പോൾ ബ്രിട്ടിൽ ആകുമ്പോൾ നാച്ചുറലി ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പല്ല് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. ഹൈഡ്രേറ്റിംഗ് മെക്കാനിസം പോകുന്നതുകൊണ്ട് അത് ബ്രിട്ടിൽ ആവുന്നു, അതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക.